മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് TV പ്രേക്ഷകർക്ക് ഈ പ്രഭാത വിരുന്നിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈ ഒരു പ്രഭാതം നൽകിയ കർത്താവിന് നന്ദി പറയുക എന്നത് നമ്മുടെ കടമയാണല്ലോ. ഓരോ പ്രഭാതവും അല്ലെങ്കിൽ ഓരോ ദിവസവും ഈശോയ്ക്ക് നമ്മൾ സമർപ്പിക്കുന്ന ഒരു ബലിയായിട്ട് മാറാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ ദിവസം കൂടി നമുക്ക് നൽകിയിരിക്കുന്നു, ഈ പ്രഭാതം കൂടി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതും ഈശോയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. നമുക്ക് ചുറ്റുമുള്ളവർക്ക് കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്തും നമുക്ക് കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്തും ഈശോയ്ക്ക് നന്ദി പറയാനുള്ളൊരു ദിവസമാക്കി ഇതിനെ മാറ്റുകയും ചെയ്യാം. ഇനിയും ഒരുപാട് പേര് ഈ ദിവസം കാണാതെ മറഞ്ഞു പോയവരൊക്കെ ഉണ്ട്. പക്ഷേ കർത്താവ് നമ്മളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് ഒരു ദിവസം കൂടി ഈ ലോകത്ത് ജീവിക്കാൻ, ഈ ലോകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കർത്താവിനെ വീണ്ടും വീണ്ടും ഒന്ന് കണ്ടുമുട്ടാൻ, കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒരവസരം കൂടി കർത്താവ് നൽകിയിരിക്കുകയാണ്. കർത്താവിന് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആത്മാഭിഷേകത്തിലൂടെയാണ് നമുക്ക് കർത്താവിൻ്റെ സ്നേഹവും കരുണയും കരുതലും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒന്ന് വന്ന് നിറയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ ദിവസം ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ എപ്പോഴും നമുക്ക് മധ്യസ്ഥയാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ മധ്യസ്ഥയായിരുന്നതുപോലെ തന്നെ നമ്മുടെ ഓരോ നിമിഷവും, ഓരോ പ്രാവശ്യവും, ഓരോ ചലനങ്ങളിലും പരിശുദ്ധ അമ്മ നമുക്ക് മധ്യസ്ഥയായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെ നമുക്ക് കൂട്ടുവിളിക്കാം. ഈ പ്രഭാത വിരുന്നിലെ ഓരോ നിമിഷങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യവും ആതിഥ്യവും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് നമുക്ക് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇന്ന് പ്രത്യേകമായിട്ട് ഈ പ്രഭാത വിരുന്ന് സന്തോഷം കണ്ടെത്താൻ സാധിക്കാത്ത എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് നിയോഗത്തെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് ചേർത്ത് വയ്ക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ വചനം വിശുദ്ധ പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങളാണ്. കർത്താവിൽ ഏക മനസ്സോടെയായിരിക്കാൻ ഞാൻ എവോദിയോയോടും സിന്ധിക്കയോടും അഭ്യർത്ഥിക്കുന്നു. കൂടാതെ എൻ്റെ ആത്മസുഹൃത്തെ ക്ലമൻറ്റിനോടും എൻ്റെ മറ്റു സഹപ്രവർത്തകരോടും കൂടെ സുവിശേഷത്തിന് വേണ്ടി എന്നോടൊപ്പം പ്രയത്നിച്ച ആ സ്ത്രീകളെ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു. അവരുടെ നാമം ജീവൻ്റെ പുസ്തകത്തിലുണ്ട്. നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെയും കുറിച്ച് ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നുപോയത്. വിശുദ്ധ പൗലോസ് ലീഹയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. സാവുൾ എന്ന പേരായിരുന്നു
കർത്താവിനെ കണ്ടുമുട്ടുന്നതിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ അല്ലെങ്കിൽ പൗലോസ് അപ്പസ്തോലനായിട്ട് അദ്ദേഹം മാറുകയാണ്. സുവിശേഷത്തിലൂടെ ജീവിക്കാൻ അദ്ദേഹം വാക്ക് കൊടുക്കുകയാണ്. കർത്താവിൻ്റെ സുവിശേഷത്തെ ലോകമെമ്പാടും കൊടുക്കാൻ ജീവൻ പോലും പണയം വെച്ച് മറ്റ് ശിഷ്യന്മാരെ പോലെ തന്നെ വിശുദ്ധ പൗലോസ്ലീഹം യാത്രയായ സംഭവങ്ങളൊക്കെ അപ്പസ്തോല പ്രവർത്തനങ്ങളിലും മറ്റു ലേഖനങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ പൗലോസ്ലീഹയെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ വിശുദ്ധ പൗലോസ്ലീഹയിൽ നമ്മൾ കാണുന്നൊരു പ്രത്യേകതയുണ്ട്. പൗലോസ്ലീഹ കൂടെ തന്നോടൊപ്പം പ്രവർത്തിച്ചവരോട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോരുത്തരും പ്രവർത്തിക്കും പൗലോസ്ലീഹയുടെ കൂടെ, ഓരോരുത്തരെ കണ്ടെത്തും പൗലോസ്ലീഹ. അവരെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ലേഖനത്തിലെ ആദ്യത്തെ ഭാഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ക്ലെമൻറ്റിനെ കുറിച്ചൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം തന്നോടൊപ്പം പ്രവർത്തിച്ചവരോട് പൗലോസ്ലീഹ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. ഫിലിപ്പിയർക്ക് ലേഖനമാണ് നമ്മളിന്ന് വായിച്ചത്. തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 16-ാം വാക്യം ഓർപ്പിക്കുന്നത് തന്നെയാണ്, എപ്പോഴും സന്തോഷത്തോടു കൂടിയായിരിക്കുക. അപ്പോൾ പൗലോസ്ലീഹ ചുറ്റുമുള്ളവരോട് എപ്പോഴും റിമൈൻഡ് ചെയ്യുന്ന, ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുക. അപ്പോൾ ഈ സന്തോഷത്തെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? പൗലോസ്ലീഹ സന്തോഷവാനായിരുന്നു, പീഡിതനായിരുന്നു, ഒരുപാട് പീഡനങ്ങൾ ഏൽക്കപ്പെട്ടു, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു, വധശിക്ഷ വരെ വിധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷ്യത്തിൻ്റെ സമയം പോലും സന്തോഷത്തോടു കൂടി കർത്താവിനോടൊപ്പം മരിക്കാനായിട്ട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ സിംഹാസനത്തിൻ്റെ വലതുവശത്തും ഇടതുവശത്തുമായിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് പൗലോസ്ലീഹ ജീവിച്ചത്. അപ്പോൾ ഇത് തന്നെയാണ് പൗലോസ്ലീഹ മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുന്നത്, എപ്പോഴും സന്തോഷത്തോടെയായിരിക്കുക. ഈ ദിവസങ്ങളിലൊക്കെ കേട്ട ചില വാർത്തകൾ, ഒരു യുവവൈദികൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരുപാട് കമൻറ്റുകളും ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ വൈദികരാകുമ്പോൾ, സന്യസ്തരാകുമ്പോൾ, സമർപ്പിതരാകുമ്പോൾ മാതൃകയാകേണ്ടേ, ജീവൻ്റെ വില അവരല്ലേ പ്രസംഗിക്കുന്നത്, അവർക്കല്ലേ കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ചിലരൊക്കെ പറയുന്നു, ആ വൈദികനെ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, അദ്ദേഹം ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങളൊന്ന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെയൊരു മരണത്തെ തടയാമായിരുന്നു. ഇങ്ങനെ വിഭിന്നമായ ഒരുപാട് അഭിപ്രായങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ ഈ ഒരു വാർത്തയെ കേട്ടപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് ആ വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഒന്ന് ധ്യാനിക്കുകയും ചെയ്തു. കാരണം ഞാനും ഒരു വൈദികനാണല്ലോ. എവിടെയാണ് ഒറ്റപ്പെട്ടു പോയത് ആ മനുഷ്യൻ, അല്ലെങ്കിൽ ആ ഒരു പുരോഹിതൻ എപ്പോഴാണ് ഒറ്റപ്പെട്ടു പോയത്? അല്ല, എന്തുകൊണ്ടായിരിക്കും ആ അച്ഛൻ അങ്ങനെ ഒരു തോന്നൽ വന്നത്, അല്ല എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സാഹചര്യം വന്നതൊക്കെ ഞാൻ എപ്പോഴും ഓർക്കുകയാണ്, ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ്ലീഹയുടെ ഇതേ വാക്കുകൾ തന്നെയാണ്. നമ്മളെപ്പോഴും സന്തോഷത്തോടെയായിരിക്കുക, സന്തോഷത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എത്രയോ വെല്ലുവിളികൾ നമുക്കുണ്ട്. അത് ഏത് ജീവിതാന്തസ്സിലായാലും നമുക്ക് ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഇന്ന് ഈ പ്രഭാത വിരുന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏത് ജീവിതാന്തസ്സിലായാലും, ഒരു കുടുംബജീവിതം നയിക്കുന്നവരാകാം, ഒരു സന്യസ്ത ജീവിതം നയിക്കുന്നവരാകാം, ഒരു പൗരോഹിത്യത്തിലൂടെ കടന്നു പോകുന്നവരാകാം, അല്ലെങ്കിൽ ഏകസ്ഥ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരാകാം, ഏത് ജീവിത അന്തസ്സിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും നമുക്ക് നമ്മുടെ ജീവിത അന്തസ്സിൻ്റേതായ എല്ലാ വെല്ലുവിളികളുമുണ്ട്, എല്ലാ പ്രലോഭനങ്ങളുമുണ്ട്. പക്ഷേ കർത്താവ് നമ്മളെ എപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യം, ബി ഹാപ്പി ഓൾവേസ്, നീ സന്തോഷത്തോടെ ആയിരിക്കണം. കാരണം കർത്താവ് നിന്നോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു സന്തോഷം, അല്ലെങ്കിൽ കർത്താവാണ് നിന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സന്തോഷം നിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇന്ന് ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഏത് ഏകാന്ത സിറ്റുവേഷൻസ് വന്നാലും, ഏത് ഏകാന്ത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാലും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ടാലും, ഒറ്റപ്പെട്ടാലും, തെറ്റിദ്ധരിക്കപ്പെട്ടാലും, എപ്പോഴും മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? കർത്താവ് ഉണ്ട് എൻ്റെ കൂടെ, കർത്താവാണ് എനിക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നത്. മറ്റ് സന്തോഷങ്ങളിലേക്ക് പോകുമ്പോൾ, അതിനൊരു പ്രയോറിറ്റി കൊടുക്കുമ്പോൾ, അതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, ഒരു പക്ഷേ കർത്താവിൻ്റെ സന്തോഷത്തിൻ്റെ അളവ്, കർത്താവിൻ്റെ സന്തോഷത്തെ ആസ്വദിക്കാനുള്ള നമ്മുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് കർത്താവ് ഇന്നത്തെ ദിവസം ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നീ സന്തോഷത്തോടെയായിരിക്കണം. കാരണം നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്. നിനക്ക് ഇന്ന് നേരിടാൻ പോകുന്ന പ്രലോഭനങ്ങൾ, ഒറ്റപ്പെടലുകൾ, തെറ്റിദ്ധരിക്കപ്പെടുകൾ, അല്ലെങ്കിൽ നിനക്ക് വരാൻ പോകുന്ന ടെൻഷൻസ്, ഓഫീസിലെ ടെൻഷൻസ്, അല്ലെങ്കിൽ നിൻ്റെ സ്കൂളിലെ കോളേജിലെ ചില ബുദ്ധിമുട്ടുകൾ, പ്രഷറുകൾ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചില ഭിന്ന അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ, ഇതൊക്കെ ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നീ ഒന്ന് ഓർക്കുക, കർത്താവ് നിൻ്റെ ഒപ്പമുണ്ട്. നീ അതുകൊണ്ട് സന്തോഷിക്കുക, നീ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിരാശയിലകപ്പെട്ടവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഏകാന്ത ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരായിക്കോട്ടെ, ഈശോ ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കണം.
കാരണം ഈശോയുടെ ഏത് ഉപമകളിലൂടെ എടുത്തു കൊണ്ടുപോയാലും കർത്താവ് ഏത് സാഹചര്യത്തിലൂടെയും മനുഷ്യരോട് പ്രസംഗിച്ചോളും. സുവിശേഷങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് ഒരുപാട് പേരെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് പേരെ അടയാളങ്ങളിലൂടെ കർത്താവ് ദൈവത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അഷ്ടസൗഭാഗ്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയൊക്കെ കർത്താവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ അതിന് അടിസ്ഥാനമായിട്ട് എപ്പോഴും കർത്താവ് പറയുന്ന ഒരു കാര്യം, ഞാൻ നിൻ്റെ പക്കലുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിൻ്റെ ചാരത്തുണ്ട്, ഞാൻ നിനക്ക് സൗഖ്യമായിട്ടുണ്ട്, ഞാൻ നിനക്ക് വചനമായിട്ടുണ്ട്, ഞാൻ നിനക്ക് ഒപ്പം ഇരിക്കുന്ന ഒരു വലിയ കൃപയായിട്ട് കൂടെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് സന്തോഷത്തിന് കാരണമാകണം. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ തകർന്നപ്പെട്ടവർ പോയി അല്ലെങ്കിൽ ടെൻഷനൊക്കെ അനുഭവിച്ച് ഇന്നത്തെ ദിവസം ഇനി എന്താണോ സംഭവിക്കാൻ പോണേ എന്നൊക്കെ ചിന്തിച്ച് ഈ ഒരു പ്രഭാത വിരുന്നിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കുക. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്ന പോലെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കുക. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ കർത്താവ് വിശുദ്ധ പൗലോസ് ശ്ലീഹായോട് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ക്ഷമാശീലം കൂടി വർദ്ധിപ്പിക്കാൻ തയ്യാറാകണം. നിങ്ങളെപ്പോഴും ഒരു ജാഗ്രത ഉണ്ടാകണം. ക്ഷമാശീലത്തിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടെന്നൊരു ജാഗ്രത നമുക്കുണ്ടാകണം. എടുത്തുചാട്ടം അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കൃപ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരായിട്ട് മാറരുത്. നിങ്ങൾക്കൊരു ക്ഷമാശീലം ഉണ്ടാകണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യുവാവ് എന്നോട് അവൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അപ്പോൾ അവന് കൃത്യമായിട്ടൊരു നിർദ്ദേശം, കർത്താവ് എന്താണോ എന്നിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഞാനിങ്ങനെ പങ്കുവെച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ യുവാവ് എന്നെ വിളിച്ചു. ആ നിർദ്ദേശം കൊടുത്ത കാര്യങ്ങൾ ചെയ്യാൻ അവന് സാധിച്ചില്ല, പക്ഷേ തിടുക്കത്തിൽ ചില കാര്യങ്ങൾ അവൻ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. അപ്പോൾ ചെറിയൊരു വിഷമങ്ങളൊക്കെ അവിടെ ഇവിടേക്ക് ഉണ്ടായി. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നിനക്കൊന്ന് ക്ഷമിച്ച് അല്ലെങ്കിൽ നിനക്കൊന്ന് വെയിറ്റ് ചെയ്യായിരുന്നില്ലേ? ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കർത്താവ് ചിലപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെടാനായിട്ട് സാധിക്കുമായിരുന്നു. അതാണല്ലോ ഞാൻ നിന്നോട് തന്ന ഒരു ഉപദേശം. കർത്താവ് എന്നോട് നിനക്ക് തരാൻ പറഞ്ഞൊരു ഉപദേശം അത് തന്നെയായിരുന്നല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, അല്ല പെട്ടെന്ന് ധൃതിയായി പോയി, പെട്ടെന്ന് ഒരു തിടുക്കം കൂട്ടിപ്പോയി ഞാൻ, അതാണ് എൻ്റെ ഭാഗത്ത് വന്നൊരു തെറ്റുണ്ടായി എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ സ്നേഹമുള്ളവരെ, തിടുക്കം നല്ലതാണ്. മാതാവ് തിടുക്കത്തിലാണ് ഓടിയത്, അത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനാണ്. പക്ഷേ ചില സമയത്ത് വി ഷുഡ് വെയിറ്റ്, നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഒരു ക്ഷമാശീലം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അയ്യോ, എൻ്റെ കാര്യങ്ങൾ എന്താ കർത്താവ് കാണാത്തേ, എന്താ എന്നെ മാത്രം മനസ്സിലാക്കാത്തേ, എൻ്റെ ചുറ്റുള്ളവർക്കൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട്, എനിക്ക് മാത്രം എന്ത് സംഭവിക്കാത്തേ എന്നൊക്കെ വിചാരിച്ച് ഈ പ്രഭാത വിരുന്നിൽ പങ്കെടുക്കുന്നവരോട് കർത്താവ് പറയുകയാണ്, വെയിറ്റ്, നീ കാത്തിരിക്കേ, ഒരു ക്ഷമാശീലം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, തക്ക സമയത്ത് കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള വിശ്വാസം നിൻ്റെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം കർത്താവ് നിന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ അല്ലെങ്കിൽ ഇന്നത്തെ ലേഖനത്തിലൂടെ കർത്താവ് വചനമായിട്ട് നമുക്ക് തരുന്നത്. ഒന്നാമത്തെ കാര്യം, നീ സന്തോഷത്തോടെ ആയിരിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുക. നിനക്ക് ഏത് ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും നിൻ്റെ ആത്മീയ സന്തോഷം കെടാതെ സൂക്ഷിക്കാൻ എപ്പോഴും പരിശ്രമിക്കുക. നീ ഏത് ജീവിതാന്തസ്സിലൂടെ കടന്നു പോയാലും നിൻ്റെ ആത്മീയ സന്തോഷം കെടാതെ സൂക്ഷിക്കാൻ നീ പരിശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, ക്ഷമയോടെ കാത്തിരിക്കുക. ക്ഷമാശീലം വർദ്ധിപ്പിക്കാനായിട്ട് എന്നെ പഠിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വചനം കൊണ്ട് കർത്താവ് നമ്മളെല്ലാം ആശീർവദിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് നിറയട്ടെ. 1, എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാൻ. 2, ക്ഷമയുടെ വലിയ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ പ്രശോഭിപ്പിക്കുവാൻ കർത്താവ് നമ്മളെ ഇന്നത്തെ ദിവസം പഠിപ്പിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രഭാത പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നൽകിയിട്ടുള്ള എല്ലാ കൃപകൾക്കും നന്ദി പറയാം. ഇന്നലെ വരെ കർത്താവ് നമ്മളെ പരിപാലിച്ച വലിയ കൃപകളെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ നന്മകളെയും കർത്താവിന് സമർപ്പിക്കാം. വചനത്തിലൂടെ കർത്താവ് നമ്മെ അഭിഷേകം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപകൾ നമുക്ക് നൽകുന്നു. ഇത്രയും സമയം വചനം കേൾക്കാൻ, വചനത്തോടൊപ്പം സഞ്ചരിക്കാൻ, കർത്താവ് നമ്മളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാനൊക്കെ സാധിച്ചതിനൊക്കെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈശോ നമ്മളോട് പറഞ്ഞ 2 കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഈശോയ്ക്ക് നന്ദി പറയാം. സന്തോഷത്തോടെ ആയിരിക്കാനും ക്ഷമയോടുകൂടെ കാത്തിരിക്കാനും ക്ഷമാശീലം വർദ്ധിപ്പിക്കാനും ഞങ്ങളെ പഠിപ്പിച്ചതിനെ ഓർത്ത് ഈശോയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. ഈശോ നമ്മുടെ കൂടെയുണ്ടെന്നൊരു ബോധ്യത്തിലൂടെ വളരാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. സകല മാലാഖമാരോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം.
ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മരിയൻ കൂടാരങ്ങളിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥതയിലൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും കൂടിയും നമുക്കിന്ന് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് സാധിക്കട്ടെ. ഏറ്റവും പ്രത്യേകമായിട്ട് ഇന്ന് നിങ്ങളുടെ ജോലിസ്ഥലങ്ങളിലും പഠന മേഖലകളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വീടുകളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ കാവൽ മാലാഖമാരെ ഒന്ന് ഓർക്കാം. അവരോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വലിയ സംരക്ഷണം ആസ്വദിക്കാനും അനുഭവിക്കാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സകല നിയോഗങ്ങളും ഈ സമയം ഈശോയ്ക്ക്, കർത്താവിന് പരിശുദ്ധ അമ്മ വഴി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം.
കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. പരിശുദ്ധ പിതാവിനോടും ചേർന്ന്, കർദിനാൾമാരോട് ചേർന്ന്, മെത്രാപ്പൊലീത്താമാരോട് ചേർന്ന്, സകല മെത്രാന്മാരോടും ചേർന്ന്, വൈദികരോടും ചേർന്ന്, സന്യസ്തരോടും ചേർന്ന്, സകല അൽമായരോടും ചേർന്ന് നമുക്ക് ഈ ആശീർവാദം പ്രത്യേകമായിട്ട് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും ഒരു ശുഭദിനം സ്നേഹപൂർവ്വം നേരുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.